ആലപ്പുഴ കൈച്ചുണ്ടി ജംഗ്ഷന് സമീപം വീടുകൾക്ക് മുന്നിൽ കിടന്ന ഇരുചക്ര വാഹനങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. ഇന്ന് പുലർച്ചെയാണ് വാഹനങ്ങൾ കത്തിച്ചത്. കേസിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തു. ഇയാൾക്ക് മാനസിക അസ്വാസ്ഥ്യമുള്ളയാളാണെന്ന് പോലീസ് വ്യക്തമാക്കി. ആലപ്പുഴ കൈചൂണ്ടി ജംഗ്ഷന് സമീപം വീടുകൾക്ക് മുന്നിൽ കിടന്ന വാഹനങ്ങൾക്കാണ് ഇന്ന് പുലർച്ചെ തീയിട്ടത്. ഓട്ടോറിക്ഷയും 2 ഇരുചക്ര വാഹനങ്ങളും അഗ്നിക്കിരയായി. സഹോദരന്മാരായ സിബി, ബിജു എന്നിവരുടെ സ്കൂട്ടറുകളും ശ്യാം എന്നയാളുടെ ഓട്ടോറിക്ഷയുമാണ് അഗ്നിക്കിരയായത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് അഗ്നിശമന സേനയെത്തിയാണ് തീകെടുത്തിയത്. ഓട്ടോറിക്ഷ ഭാഗികമായും ഇരുചക്ര വാഹനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചു. ഇവിടെ ഇന്നലെ രാത്രി ഞങ്ങളെല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ രാത്രി 12 മണിയായപ്പോൾ ഈ ബെഡ്റൂമിലാണ് മോൻ കിടക്കുന്നത്. അപ്പോൾ ഭയങ്കര തീയും പൊട്ടലിൻ്റെ ശബ്ദം കൊണ്ട് ജനാല ചില്ലൊക്കെ പൊട്ടി അവൻ പേടിച്ച് കയറേണ്ട എന്നിട്ട് ഞങ്ങളെല്ലാവരും വിളിച്ച് തീയെന്ന് നമ്മൾ കഥ തുറന്നപ്പോൾ കാണുന്ന ഈ 2 ബൈക്കും ഇരുന്ന് കത്തുന്നതാണ്. ഞങ്ങൾ ഒച്ചയിട്ട് ആൾക്കാരെയൊക്കെ കൂട്ടി അവിടുന്ന് മോട്ടർ അടിച്ച് വെള്ളമൊക്കെ അടിച്ച് കത്തിച്ചു. അപ്പോൾ ഫയർഫോഴ്സിനെയും പോലീസിനെ അറിയിച്ചു. 2 പേരും വന്നു. അവർ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. ഇവിടെ അടുത്തുള്ള CCTV ദൃശ്യങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് നമ്മുടെ ഇതിൻ്റെ മെയിൻ റോഡിൽ കിടക്കുന്ന ഒരു ആംബുലൻസ് എത്തിച്ചിട്ടുണ്ട്. ഈ ബൈക്ക് എത്തിച്ച് അത് കഴിഞ്ഞിട്ട് വീണ്ടും പുള്ളി കിടക്കൊണ്ട് പോയിട്ട് ഒരു ഓട്ടോറിക്ഷയും എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ 4 വാഹനങ്ങൾ ഇന്നലെ തന്നെ കത്തിച്ചിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാൾക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതായി പോലീസ് പറയുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കൈനഗിരി ഗ്രാമപഞ്ചായത്തിൽ നെടുമുടി, പുളിങ്കുന്ന് പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിൽ ബൈക്കുകളും സ്കൂട്ടറുകളുമായി 5 ഇരുചക്ര വാഹനങ്ങളും ഒരു കാറും അഗ്നിക്കിരയാക്കിയിരുന്നു. കൂടാതെ ആലപ്പുഴ നഗരത്തിലും ഒരു ഇരുചക്ര വാഹനത്തിന് തീയിട്ടു. ഈ സംഭവത്തിന് പിന്നിലും മാനസികാസ്വാസ്ഥ്യമുള്ള ആള് തന്നെയാണെന്നാണ് പോലീസ് പറഞ്ഞിരുന്നത്. നിരന്തരമുള്ള ഇത്തരം അക്രമങ്ങളിൽ ജനങ്ങൾ ഭീതിയിലാണ്. ജനം, ആലപ്പുഴ.